ലാസ്റ്റ് ഡേ നമ്മൾ ഹാൻഡ് വർക്ക് പ്രോഗ്രസിംഗ് വീഡിയോ ആയിട്ട് ഒരു പൗഡർ ബ്ലൂ ഷെയ്ഡിലെ ഒരു ഔട്ട്ഫിറ്റ് കാണിച്ചായിരുന്നു. അപ്പൊ നമുക്കത് ഫിനിഷ്ഡ് ആയിട്ടുണ്ട്. നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഒന്ന് കാണാം. സോ ദിസ് കംസ് അണ്ടർ ദ നെയിം സ്കൈല. ഇതൊരു ലക്ഷറി ബ്രൈഡൽ വെയർ ആണ്. നമ്മളോട് എല്ലാ ബ്രൈഡ്സും എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഒത്തിരി സ്പെൻഡ് എമൗണ്ട് കൊടുത്തിട്ട് ലെഹങ്കാസ്, ബ്രൈഡൽ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുമ്പോഴത്തേക്കും വൺ ടൈം യൂസ് ആണ്, റീയൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സോ ആ ഒരു കാര്യം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്കൈല എന്ന് പറഞ്ഞ ഈ ഒരു ബ്രൈഡൽ ഔട്ട്ഫിറ്റ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. മൾട്ടിപ്പിൾ വേ ഓഫ് സ്റ്റൈലിംഗ് ഫോക്കസ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. സോ ഈ ഔട്ട്ഫിറ്റിലോട്ട് നമ്മൾ നോക്കാനാണെങ്കിൽ ഇതിലൊരു 4 പാർട്സ് എന്ന രീതിയിൽ ഞാൻ പറയാം. ആദ്യം ഒരു ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്, ഹൈ നെക്കിൽ വന്നിരിക്കുന്ന ഒരു ക്രോപ്പ് ടോപ്പ് വരുന്നുണ്ട്, ഒരു സ്കേർട്ട് മാക്സിമം ഫ്ലെയറിൽ വരുന്ന ഒരു സ്റ്റെപ്പ് പാറ്റേണിൽ ചെയ്തിരിക്കുന്ന ഒരു സ്കേർട്ട് വരുന്നുണ്ട്, ലോങ്ങർ ആയിട്ട് വരുന്ന ഒരു ഷ്രഗ്, പിന്നെ ഒരു ദുപ്പട്ട. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളത് പറയാം. ഇതിപ്പോ നിങ്ങൾക്ക് ഫംഗ്ഷന് ഗ്രാൻഡ് ആയിട്ട് യൂസ് ചെയ്യേണ്ട ബ്രൈഡ്സിനാണെങ്കിൽ ഫുൾ ഈ ഒരു ഔട്ട്ലുക്കിൽ തന്നെ പോകാം. അറ്റ് ദ സെയിം ടൈം ആ സെയിം ഡേയിൽ നിങ്ങൾക്ക് ഒരു ഗൗൺ കൺസെപ്റ്റ് എന്ന രീതിയിൽ ഫോട്ടോഷൂട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ, ദുപ്പട്ട എക്സ്ക്ലൂഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി നിങ്ങൾക്ക് ഒരു ഗൗൺ കൺസെപ്റ്റ് എന്ന രീതിയിൽ കിട്ടും. അതല്ല നിങ്ങൾക്കൊരു ക്രോപ്പ് ടോപ്പ്, സ്കേർട്ട് ആൻഡ് ദുപ്പട്ട എന്ന രീതിയിൽ ഒരു ട്രഡീഷണൽ ലെഹങ്ക ലുക്കിലോട്ട് പോകാനാണെങ്കിൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഇത് സ്റ്റൈൽ ചെയ്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് മറ്റെന്തെങ്കിലും ഫംഗ്ഷൻസിന് പോകുമ്പോൾ ദുപ്പട്ട ഹാൻഡിൽ ചെയ്യാൻ ഡിഫിക്കൽട്ടീസ് ഉള്ള കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ക്രോപ്പ് ടോപ്പ്, സ്കേർട്ട് മാത്രമായിട്ട് യൂസ് ചെയ്യണമെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പം മൾട്ടിപ്പിൾ വേ ഓഫ് സ്റ്റൈലിംഗ് ഫോക്കസ് ഔട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഔട്ട്ഫിറ്റിനെ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഒരു നല്ല പൗഡർ ബ്ലൂ ഷെയ്ഡിലാണ് കൊണ്ടുവന്നേക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും പ്ലീസിംഗ് ആയിട്ടുള്ള ഒരു ടോൺ ആയതുകൊണ്ടാണ് പൗഡർ ബ്ലൂവിൽ പ്രസന്റ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിന്റെ കളർ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ്. ഓഫ് കോഴ്സ് പേസ്റ്റൽ ഷെയ്ഡ്സിലോട്ട് ഇതിനെ ഏത് രീതിയിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് എടുക്കാവുന്നതാണ്. എൻഗേജ്മെന്റ് ഫംഗ്ഷൻസിന്, റിസപ്ഷൻ ലുക്കിനൊക്കെ ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്രൈഡൽ അറ്റയർ ആണ്. അറ്റ് ദ സെയിം ടൈം കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നിൽക്കണം എന്നുള്ള ബ്രൈഡ്സ് മെയ്ഡ്സിനാണെങ്കിലും ഇത് ആപ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഹെവി ആയിട്ടുള്ള ഒരു ഇയറിംഗ് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്താൽ തന്നെ നല്ല ഭംഗിയിൽ തന്നെ വരും. ഹെയർ ആക്സസറീസ് എന്തെങ്കിലും എക്സ്ട്രാ നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ഗ്രാൻഡ് ആയിട്ട് ആഡ് ഓൺ ആക്കി കഴിഞ്ഞാൽ ലുക്ക് കുറച്ചുകൂടി ഗ്രാൻഡ് ആയിട്ട് വരും. എല്ലാ കസ്റ്റമേഴ്സും നമ്മളോട് പറയുന്നതാണ്, നമ്മൾ വൺ ടൈം യൂസ് ആണ്. അതുപോലെ തന്നെ മറ്റുള്ള ഫംഗ്ഷൻസിന് പോകുമ്പോൾ ലെഹങ്ക വിൽ ബി ഓഫ് കോഴ്സ് ഹെവി ആയിരിക്കും. അപ്പൊ ആ ഒരു ഹെവിനെസ് എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എല്ലാവരും പറയാറുണ്ട്. സോ ഈ ഒരു ഔട്ട്ഫിറ്റിലോട്ട് നമ്മൾ അതിന്റെ ഹെവിനെസ് ഒഴിവാക്കിയിട്ടുണ്ട്. എക്സ്ട്രീം ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഔട്ട്ഫിറ്റിനെ ഫുള്ളി ചെയ്തേക്കുന്നത്. കമ്മിങ് ഡേയ്സിൽ നമ്മുടെ വെബ്സൈറ്റ് ആഡ് ഓൺ ആവുന്നുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഈ കളക്ഷൻ ഇടുന്നുണ്ടാകും. അതല്ല നിങ്ങൾക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് ആൻഡ് എവറിത്തിങ് അറിയണമെന്നുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.